ഇന്ത്യയുടെ യുവാക്കളുടെ നേതാവ് എന്നാണ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിനെയും മുത്തശ്ശിയെയും രാജ്യത്തിന് വേണ്ടി തന്നെ ബലി കഴിപ്പിച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണം എന്ന് പറഞ്ഞാൽ ഏവരെയും ദുഃഖത്തിലാഴ്ത്തുന്നതായിരുന്നു. ആ ഒരു ശരീരം പോലും തിരിച്ചു കിട്ടാത്ത രീതിയിൽ ചിന്നിച്ചിതറിയതാണ്. അത് രാജ്യത്തിന് വേണ്ടി തന്നെ കൊടുത്തൊരു ജീവനായിരുന്നു. ആ രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ഒരു ചർച്ചയ്ക്കിടയിൽ, ലഡാക്കിലെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്കിടയിൽ ഒരു BJP വക്താവ് പ്രിന്റു മഹാദേവ് അദ്ദേഹത്തിന്റെ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണം എന്ന ഒരു പരസ്യ പ്രസ്താവന നടത്തി. ഇത് എന്തിനേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്? ഇതിനെതിരെ സംസ്ഥാന സർക്കാർ സ്വമേധയാ കേസെടുത്തിട്ടില്ല. ഇത്രയും ക്രൂരമായ ഒരു പ്രസ്താവന നടത്തിയിട്ടും ഈ ഒരു പ്രസ്താവന വിരൽ ചൂണ്ടുന്നത് ഈ RSS BJP സംഘടനകൾ ഇപ്പോഴും പണ്ട് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിച്ച ആ തോക്ക് ഇതുവരെയും അവർ മടക്കി പോക്കറ്റിൽ വെച്ചിട്ടില്ല എന്ന് തന്നെയല്ലേ? രാഹുൽ ഗാന്ധിക്കെതിരെ ഈ RSSന്റെ BJPയുടെ ഒക്കെ തന്നെ ഒരു എന്താ പറയുക ആക്രമണം, അത് ഇപ്പൊ വാക്കുകൊണ്ടായാലും അല്ലാതെയാണെങ്കിലും അത് കഴിഞ്ഞ കുറെ കാലമായിട്ടുള്ളതാണ്. ആദ്യമൊക്കെ അദ്ദേഹത്തെ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്ന സമയത്ത് ഈ പപ്പു എന്ന് വിളിച്ചുകൊണ്ട് അധിക്ഷേപിക്കുന്ന ഒരു കാഴ്ച കണ്ടു. അത് പിന്നീട് നമുക്കറിയാം രാഹുൽ ഗാന്ധി ഒരു ഗ്രാജുവലി രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഉയർന്നുയർന്നു വരികയായിരുന്നു. പടിപടിയായിട്ട് അദ്ദേഹം തൻ്റെ വീഴ്ചകളിൽ നിന്നും പാഠം പഠിച്ച് സ്വയം തിരുത്തി നവീകരിക്കപ്പെട്ടു വന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അടുത്ത കാലത്ത് നമുക്ക് ഉദാഹരണമായിട്ട് കാട്ടാൻ കഴിയുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. തൻ്റെ വീഴ്ചകൾ സത്യമാണ്. 2004 അദ്ദേഹം വരുന്നപ്പോൾ അദ്ദേഹം ഈ എന്താ പറയുക കുടുംബ രാഷ്ട്രീയത്തിലൂടെ വന്നതാണ്. നെഹ്റു കുടുംബത്തിന്റെ തലമുറയിലെ പിൻതലമുറക്കാരനാണല്ലോ. അങ്ങനെ വന്നതാണെന്നുള്ള അധിക്ഷേപം വലിയ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അദ്ദേഹം ആ അധിക്ഷേപങ്ങളെയും എല്ലാം അതിജീവിച്ച് വന്നാണ് ഏറ്റവും ഒടുവിൽ പപ്പുമോൻ വിളിയും ഒക്കെ കടന്നിപ്പോൾ വന്ന് അദ്ദേഹം രാജ്യത്തെ ഏറ്റവും തലയെടുപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് വന്ന് നിൽക്കുകയാണ്. നമുക്കറിയാം അല്ലേ, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ 2 വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹത്തിന്റെ ഗ്രാഫും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഉയർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൂടി ആയപ്പോൾ ഈ പറയുന്ന BJP സംഘപരിവാർ സംഘടനകൾക്ക് രാഹുൽ ഗാന്ധി വലിയ രീതിയിൽ ഒരു ശത്രുവായിട്ട് മാറിയിട്ടുണ്ട്. അവർ നേരത്തെ ഒരു നിസ്സാരനായിരുന്നു, സില്ലിയാണ്, അയാള് കഴിവുകെട്ടവനാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നവർക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു സീരിയസ് ഇഷ്യൂ ആയിട്ട് മാറിയിട്ടുണ്ട്. തങ്ങൾക്ക് തങ്ങൾക്ക് പറ്റിയ ഒരു എതിരാളിയാണ് രാഹുൽ ഗാന്ധി എന്നവർക്ക് തിരിച്ചറിഞ്ഞപ്പോൾ അവർക്ക് വലിയൊരു വേദന വന്നിട്ടുണ്ട്. കാരണം മുൻപ് നമുക്കറിയാമല്ലോ, ഇന്ദിരാഗാന്ധിയെയും ഒപ്പം തന്നെ ജവഹർലാൽ നെഹ്റു തൊട്ടിങ്ങോട്ടുള്ളവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവർ സംഘപരിവാറിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നടത്തിയവരാണ്. ഇപ്പോഴും പ്രധാനമന്ത്രി മോദി എവിടെയെങ്കിലും ഒരു പ്രസംഗം നടത്തി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ തന്നെ 11 വർഷത്തെ ഈ പറയുന്ന ഭരണ ദുരിതങ്ങൾക്കും ദുരന്തങ്ങൾക്കും ഒക്കെ അദ്ദേഹം തെറിവിളിക്കുന്നത് നെഹ്റുവിനെയാണ്. നെഹ്റുവിന്റെ കാലം തൊട്ട് ഇങ്ങോട്ട് അദ്ദേഹം നെഹ്റുവിനെ കോട്ട് ചെയ്യാത്ത ഒരു പ്രസംഗം പോലും ഇല്ല. നല്ല കാര്യത്തിനല്ല എങ്കിൽ പോലും നെഹ്റുവിന്റെ ഒരു പേര് ഒരു 100 തവണയെങ്കിലും അദ്ദേഹം തന്നെ പ്രസംഗത്തിൽ പറയും, ചീത്ത വിളിക്കാനാണെങ്കിലും. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഒരിക്കലും ഈ സംഘപരിവാറിനോട് സന്ധി ചെയ്യാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ പറയുന്ന രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് ചങ്കുറപ്പോടെ പറഞ്ഞിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ എല്ലാം തുടർന്നു ാണ്. ഇന്നലെ ഈ പറയുന്ന പോലെ ഒരു ന്യൂസ് ചാനലിന്റെ വളരെ പ്രമുഖമായ ഒരു ന്യൂസ് ചാനലിന്റെ ചർച്ചയിലാണ് ഈ രീതിയിൽ ഒരു BJPയുടെ വക്താവായിട്ട് വന്ന പ്രിന്റു മഹാദേവ്, സംഘപരിവാറിന്റെ നേതാവാണല്ലോ അദ്ദേഹം, അയാൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നത്. അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അവര് നടത്തിയ ചർച്ച ഈ പറയുന്ന ലഡാക്കിലെ വിഷയമായിരുന്നു. അപ്പോൾ അത് ഈ ജൻസി സമരത്തിന്റെ ഒരു തുടർച്ചയാണ്. നമ്മൾ നേപ്പാളിലുമൊക്കെ കണ്ട ജൻസി സമരത്തിന്റെ ബാക്കിയായിട്ടുള്ള ഒരു സംഭവമാണ് ലഡാക്കിൽ കണ്ടത്. അത് ഈ രാഹുൽ ഗാന്ധി അതിന് പിന്നിലുണ്ട് എന്നൊക്കെയുള്ള ചില നരേഷനാണ് ഇവർ ഉയർത്തുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ കഴിഞ്ഞ 2ാമത്തെ ഈ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ടുള്ള ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം രാഹുൽ ഗാന്ധി എക്സിൽ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത രാജ്യത്തെ യുവാക്കളെയാണ്, വിദ്യാർത്ഥികളെയാണ്, ഒപ്പം തന്നെ ജെൻസി എന്ന് പറയുന്ന ആ വിഭാഗത്തെ അദ്ദേഹം അതിനകത്ത് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കാരണം ജെൻസി എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ പറയുക 28 വയസ്സിനകമുള്ള യുവാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു ഇതിലാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ രാജ്യത്തൊരു ജൻസി പ്രക്ഷോഭത്തിന് അദ്ദേഹം ഈ ആഹ്വാനം ചെയ്യുകയോ ഒന്നുമല്ല. അദ്ദേഹം 50-ന് മുകളിൽ പ്രായമുള്ള ഒരാളാണെങ്കിൽ പോലും യുവാക്കൾക്കിടയിൽ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള സ്വാധീനമുണ്ട്. അപ്പൊ ഈ BJP തന്നെയായാലും ഇദ്ദേഹത്തെ രാഷ്ട്രീയമായി നേരിടേണ്ടതിന് പകരം എത്ര ലാഘവത്തോടെയാണ് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് വെടിവെക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ ഗൗരവതരമായ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുന്നത്. ഒരു നാക്കുപിഴയായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം ഒരിക്കലും അങ്ങനെ പറയത്തില്ല. നമ്മൾ വേറെന്തെങ്കിലും ഒക്കെ ഒരു
ചർച്ചയുടെ ഒരു ഇന്റൻസിറ്റി ഗ്രാവിറ്റി ഉയർന്നു വരുമ്പോൾ നമുക്ക് പല രീതിയിൽ വാഗ്വാദങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ വാക്കുകൾ പ്രയോഗിക്കും നമ്മൾ, അല്ലെ? കൈവിട്ട് ചില വാക്കുകൾ പ്രയോഗിക്കും. ഇത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു വാക്കുകൾ ഒരു പ്രസ്താവന നടത്തുകയാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹം പറയുന്നത് ഈ ബംഗ്ലാദേശിലും ഒക്കെ തന്നെ ഇതുപോലെ അവിടെ ഭരണമാറ്റം ഉണ്ടായല്ലോ, സർക്കാരിനെതിരെ ജനവികാരം, അത് ജനങ്ങൾക്ക് ഹിതകരമല്ലാതല്ലെങ്കിൽ ജനങ്ങളെ അങ്ങേറ്റം ദ്രോഹിക്കുന്ന ഭരണം വന്നപ്പോൾ ജനങ്ങൾ തന്നെ തെരുവിലിറങ്ങി ആ സർക്കാരിനെ ഇല്ലാതാക്കുന്ന ഒരു കാഴ്ച കണ്ടു. അപ്പോൾ അത്തരത്തിൽ ബംഗ്ലാദേശിൽ ഉണ്ടായെങ്കിൽ അത് അവിടെ ഈ ബംഗ്ലാദേശിലെ സർക്കാരിന് ജനപിന്തുണ ഇല്ലായിരുന്നു. ഇവിടെ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നരേന്ദ്രമോദിക്ക് ജനപിന്തുണയുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും സർക്കാരിനെതിരായ ജനകീയ പ്രക്ഷോഭങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് പോലും വെടിയുണ്ട പായിക്കും എന്ന് ഒരു BJP സംഘപരിവാറിന്റെ നേതാവ് വന്നിട്ട് ചാനൽ ചർച്ചയിൽ അങ്ങ് പറയുകയാണ്. എന്ത് ധൈര്യമാണ് ഇവർക്ക് കൊടുക്കുന്നത്? അതെ അതെ, തീർച്ചയായിട്ടും അവര് ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞില്ലേ, ആ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് തറച്ച നിറയൊഴിച്ച ഈ തോക്ക് അവര് മാറ്റി വെച്ചിട്ടില്ല. അവരിപ്പോഴും അത് കയ്യിൽ ഏന്തിയിട്ടുണ്ട്. ഈ പറയുന്ന നെഹ്റു കുടുംബത്തിലെ ഇപ്പോഴത്തെ പിന്മുറക്കാരനായ രാഹുൽ ഗാന്ധിക്കെതിരെയും അത് പ്രയോഗിക്കാൻ തങ്ങൾക്ക് മടിയൊന്നുമില്ല എന്നുള്ള ഒരു വാണിംഗ് കൊടുക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തും ഉണ്ടായത്. അത് അപലപിക്കപ്പെടേണ്ടതാണ്. അപലപിക്കപ്പെടേണ്ടതെന്ന് മാത്രമല്ല ശിക്ഷാർഹമാണ്. അത് എത്രയും പെട്ടെന്ന് ഈ പറയുന്ന ഇവിടുത്തെ പോലീസ് സംവിധാനം അത് സ്വമേധയാ കേസെടുക്കേണ്ട ഒരു സംഭവമാണ്. കാരണം ഒരു പൗരൻ മാത്രമല്ല രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത്, ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. രാജ്യത്തിന്റെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. വെറും ഒരു MP അല്ലെങ്കിൽ വെറും ഒരു രാഷ്ട്രീയക്കാരനോ അല്ല അദ്ദേഹം. ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്. അത്തരമൊരു നേതാവിനെതിരെ ഇത്തരത്തിൽ വളരെ ഹീനമായ രീതിയിലുള്ള ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് ഇവിടുത്തെ പോലീസ് സംവിധാനം അതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ വ്യക്തിക്കെതിരെ അടിയന്തരമായിട്ട് കേസെടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിടേണ്ട സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ഇതുവരെ ആ വിഷയത്തിൽ അനങ്ങാനായിട്ട് പിണറായി വിജയന്റെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ട കാര്യം. അത് നമുക്ക് ഖേദിക്കാം, അതിനകത്ത് നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം അങ്ങനെയാണ് പിണറായി വിജയനും RSS തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അങ്ങനെ തന്നെയാണ്. അത് മാത്രമല്ല, ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഊന്നി മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോ ആ കോൺഗ്രസിന്റെ നേതാവായ പ്രതിപക്ഷ നേതാവിന്റെ നെഞ്ചിലേക്ക് നിറയൊഴിക്കണം എന്ന് ഒരു ഭരണപക്ഷത്തിരിക്കുന്ന BJPയുടെ വക്താവ് പറയുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വർഗീയ രാഷ്ട്രീയത്തിന്റെ ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ള ഒരു ത്വരയായിട്ടല്ലേ അതിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വർഗീയ രാഷ്ട്രീയം, ഒപ്പം തന്നെ അക്രമ രാഷ്ട്രീയം ഒക്കെ തന്നെയാണ് സംഘപരിവാറിനെ മുന്നോട്ട് നയിക്കുന്നത്. അതിന്റെ ഒരു ബാക്കിപത്രമായിട്ട് തന്നെയാണ് ഇതിനെ കാണുന്നത്. ഇതിന്റെ ഒരു ഗൗരവം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെ എന്തും പറയാം, മനസ്സിലായില്ലേ? അദ്ദേഹം തങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കൊണ്ട് സംഘപരിവാറിനെതിരെ നിരന്തരം പോരാട്ടം നടത്തുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് എന്തെങ്കിലും സർക്കാരിനെതിരെ സംസാരിച്ചാൽ, സർക്കാരിനെതിരെ ഒരു ജനവികാരം ഉയർത്തിവിട്ടാൽ നിങ്ങളെയും ഞങ്ങൾ തീർത്തു കളയും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അത് ഇതുവരെയും അദ്ദേഹം അതിനകത്ത് മാപ്പ് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തനിക്ക് അന്നേരത്തെ ഒരു പ്രകോപനത്താൽ ഉണ്ടായ ഒരു പ്രസ്താവനയാണെന്ന് അദ്ദേഹം തിരുത്തി പറഞ്ഞിട്ടില്ല. അത്തരമുള്ള ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ആ പറഞ്ഞ കാര്യത്തിൽ ഒരു റിഗ്രഷൻ ഇല്ല, പശ്ചാത്താപമില്ല. ആലോചിച്ചുറപ്പിച്ച് അവരുടെ ഐഡിയോളജി, ഈ പറയുന്ന സംഘപരിവാറിന്റെയും BJPയുടെയും ഒക്കെ ആശയം അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശയം, തങ്ങളുടെ എതിരാളികളെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്യുന്ന രാഷ്ട്രീയം, അത് ഞങ്ങൾ ഇനിയും തുടരുമെന്ന് അദ്ദേഹം തുറന്നു പറയുകയാണ്. ഒരു ചാനൽ ചർച്ചയിൽ പോലും തുറന്നു പറയാൻ അദ്ദേഹത്തിന് മടിയില്ല. അത് പറയുന്നത് പോലെ അതിനകത്ത് തെറ്റ് കാണുന്നില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? അത് തങ്ങളുടെ ഒരു നിലപാടാണ്, അവരുടെ ഒരു പ്രസ്താവന. പാർട്ടിയുടെ വ്യക്തമായിട്ട് വന്നിട്ടാണ് കാര്യം ഇത്തരം ഒരു അധമ പ്രസ്താവന നടത്തുന്നത്. അപ്പോൾ അത് തെറ്റ് തോന്നുന്നില്ല എങ്കിൽ, പശ്ചാത്തപിക്കുന്നില്ല അല്ലെങ്കിൽ മാപ്പ് പറയുന്നില്ല എങ്കിൽ അത് അവരുടെ നിലപാട് തന്നെയാണ്. സംഘപരിവാറിന്റെ കാലങ്ങളായിട്ട് തുടർന്നു വരുന്ന നിലപാട് തന്നെയാണ്. അതിനെതിരെ പൊതുസമൂഹം, കോൺഗ്രസ് മാത്രമല്ല കേട്ടോ, കോൺഗ്രസ് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി അവർ നിയമ നടപടികൾക്കൊക്കെ പോകുന്നുണ്ട്. അതിലുപരിയായിട്ട് കേരളീയ പൊതുസമൂഹം ഉണ്ടല്ലോ, കേരളീയ പൊതുസമൂഹം എന്ന് പറയുന്നത് ഈ പറയുന്ന മതേതര ചേരികളെ എന്നും ചേർത്ത് പിടിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ആ കേരളീയ പൊതുസമൂഹം രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഉയരണം. ഇവിടെ ഭരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, പിണറായി വിജയനാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത്. ആ പിണറായി വിജയൻ ഈ സംഘപരിവാറിനോടുള്ള RSSനോടുള്ള ആ മമതയൊക്കെ തന്നെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ശക്തമായ നടപടി എടുത്തുകൊണ്ട് ഈ പറയുന്ന സംഘപരിവാറിനെതിരെ താക്കീത് കൊടുക്കാൻ തയ്യാറാകണം. അല്ലാത്ത പക്ഷം പിണറായി വിജയനും ഈ പറയുന്ന സംഘപരിവാറിന്റെ ഗതി തന്നെയാകും ഉണ്ടാകാൻ പോവുക.